പ്രോബബിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്ലാസ്സിലേക്ക് കൂടി വെൽക്കം ചെയ്യുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചെടുക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമുക്ക് സാമ്പിൾ സ്പേസ്, അതായത് നമുക്ക് ടോട്ടൽ പോസിബിൾ ഔട്ട്കംസ് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കുക. അത് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ സാധിക്കണം. അതിനുവേണ്ടി നമുക്ക് കൂടുതൽ സമയം കളയാനില്ല. നമുക്ക് ഈ ഒരു സാമ്പിൾ സ്പേസ് എഴുതിയെങ്കിൽ മാത്രമേ, അതായത് ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ ഔട്ട്കംസ് നമ്മൾ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ സാമ്പിൾ സ്പേസ് നമ്മൾ കൃത്യമായിട്ട് എഴുതി വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് പ്രോബബിലിറ്റിയുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള പ്രോബ്ലംസ് വളരെ പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാണ് ഈ സാമ്പിൾ സ്പേസ് തെറ്റാതെ എഴുതുക. അപ്പോൾ നമുക്ക് ഒരു കോയിനൊക്കെ ടോസ് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം അതിൻ്റെ സാമ്പിൾ സ്പേസിൽ ഉൾപ്പെടുന്ന എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ഹെഡും ടെയിലും മാത്രമാണ് അല്ലേ. അപ്പോൾ അത് 2 കോയിൻ ആകുമ്പോൾ എങ്ങനെയാവും, 3 കോയിൻ ടോസ് ചെയ്യുമ്പോൾ എങ്ങനെ എഴുതാം അല്ലേ. അപ്പോൾ അങ്ങനെ എണ്ണം കൂടുന്നതനുസരിച്ച്, ഇപ്പോൾ നമ്മളൊരു ഡൈ ആണ് ടോസ് ചെയ്യുന്നതെങ്കിൽ നമുക്കറിയാം 1 മുതൽ 6 വരെയാണ് അതിൻ്റെ സാമ്പിൾ സ്പേസിൽ ഉൾപ്പെടുന്ന എലമെൻറ്റുകൾ അല്ലേ. മൊത്തം 6 ആണ് അതിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ ഔട്ട്കംസ് എന്ന് പറയുന്നത്. പക്ഷേ അതൊരു 2 ഡൈ ആണെങ്കിൽ, 2 ഡൈസാണ് നമ്മൾ ത്രോ ചെയ്യുന്നതെങ്കിൽ ആ സമയത്ത് നമുക്ക് കൂടുതൽ എണ്ണം വരും. അപ്പോൾ അതൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്കൊരു ഇക്വേഷനുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഇവിടെ എന്താണ് സാമ്പിൾ സ്പേസും എന്താണ് ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ ഔട്ട്കംസും. ഇത് തമ്മിൽ വളരെ റിലേറ്റഡ് ആണ്. സാമ്പിൾ സ്പേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു കേർലി ബ്രാക്കറ്റിൽ നമുക്ക് ഈ ഔട്ട്കംസ്, പോസിബിൾ ഔട്ട്കംസ് എല്ലാം എഴുതി വെക്കുന്നതിനാണ് അല്ലേ. ഓൾ പോസിബിൾ ഔട്ട്കംസ്, നമ്മൾ റാൻഡം എക്സ്പെരിമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ഔട്ട്കംസും നമ്മൾ എഴുതി വെക്കുന്നതിനെയാണ് സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. ആ സാമ്പിൾ സ്പേസിന് ഉൾപ്പെടുന്ന, അതിനകത്ത് എഴുതി വയ്ക്കുന്ന പോസിബിൾ ഔട്ട്കംസിൻ്റെ എണ്ണം, അതാണ് ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ ഔട്ട്കംസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കത് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ടോട്ടൽ ഔട്ട്കംസ് എത്രയുണ്ട്, അതായത് ടോട്ടൽ പോസിബിൾ ഔട്ട്കംസ് എത്രയുണ്ടെന്ന് നമ്മൾ ആദ്യം അറിയണം. അതിനുശേഷം നമുക്ക് സാമ്പിൾ സ്പേസിലുള്ള കാര്യങ്ങൾ എഴുതി വെക്കണം അല്ലേ. അതിനുശേഷമാണ് നമ്മൾ പ്രോബബിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കുക. അപ്പോൾ നോക്കുക, ഇതാണ് നമ്മൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഫോർമുല എന്ന് പറയുന്നത്. ഇഫ് ആൻ എക്സ്പെരിമെൻറ്റ് ഹാസ് n ട്രയൽസ് ആൻഡ് ഈച്ച് ട്രയൽ ഹാസ് m പോസിബിൾ ഔട്ട്കംസ് ദെൻ. അപ്പോൾ നമുക്കൊരു എത്ര ട്രയലാണോ നമ്മൾ നടത്തുന്നത്, ട്രയൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു കോയിൻ നമ്മൾ ഒരു തവണ ടോസ് ചെയ്യുന്നു, ഒരു ട്രയൽ നമ്മൾ 2 കോയിൻ നമ്മൾ ടോസ് ചെയ്യുന്നു അല്ലേ. 2 കോയിൻ ഒരുമിച്ച് ടോസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു കോയിൻ ടോസ് ചെയ്തിട്ട് പിന്നീട് മറ്റൊരു കോയിൻ ടോസ് ചെയ്യുകയോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് ട്രയലിൻ്റെ എണ്ണം കൂടിയാണല്ലേ, 2 ട്രയലാകുന്നു. അപ്പോൾ 3 കോയിൻ ടോസ് ചെയ്യുകയാണെങ്കിൽ അത് 3 ട്രയലാകും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കതിൻ്റെ ട്രയലിൻ്റെ എണ്ണം അതിനെ സൂചിപ്പിക്കുന്നത് നമ്മൾ n എന്നുള്ള പദത്തിലാണ് നമ്മൾ സൂചിപ്പിക്കുക. n ട്രയലിൻ്റെ എണ്ണത്തെ നമ്മൾ സൂചിപ്പിക്കുന്നത് n എന്നുള്ള പദത്തിലാണ്. നമുക്കിനി പോസിബിൾ ഔട്ട്കംസ് എത്രയാണ് പോസിബിൾ ഔട്ട്കംസ് എന്നുള്ളത് അത് നമ്മൾ m എന്നുള്ള ഒരു പദം കൊണ്ടാണ് സൂചിപ്പിക്കുക. അപ്പോൾ നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത് ഒരു ട്രയൽ നടത്തുമ്പോൾ പോസിബിൾ ഔട്ട്കംസിന് അത് നമ്മൾ ആദ്യം എഴുതണം. അപ്പോൾ നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നോക്കുക, നമ്പർ ഓഫ് പോസിബിൾ ഔട്ട്കംസ് ഇൻ 1 ട്രയലിനെയാണ് നമ്മൾ m എന്ന് പറയുന്നത്. നമ്പർ ഓഫ് ട്രയൽസ് നമ്മൾ എത്രയാണോ റിപ്പീറ്റ് ചെയ്യുന്നത് അതിനെ നമ്മൾ n എന്നും സൂചിപ്പിക്കുന്നു അല്ലേ. അപ്പോൾ നമുക്ക് ഒരു ഉദാഹരണം നോക്കാം. ടോസിങ് എ കോയിൻ 3 ടൈംസ്. ഒരു കോയിൻ നമ്മൾ 3 ടൈംസ് ടോസ് ചെയ്യുകയാണെങ്കിൽ അതിൽ സാമ്പിൾ സ്പേസ് എഴുതുമ്പോൾ എത്ര പോസിബിൾ ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ ഔട്ട്കംസ് ഉണ്ടായിരിക്കും എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് m⁻n എന്നുള്ള ഈ ഒരു ഇക്വേഷൻ മാത്രം ഓർത്തിരുന്നാൽ മതി. m എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ എഴുതിയിട്ടുണ്ട് നമ്പർ ഓഫ് പോസിബിൾ ഔട്ട്കംസ് അല്ലേ. ഇൻ 1 ട്രയൽ, ഒരു തവണ ട്രയൽ, അതായത് നമ്മളൊരു കോയിൻ ഒരു തവണ ടോസ് ചെയ്യുകയാണെങ്കിൽ എത്രയാണ് അതിൻ്റെ ഔട്ട്കം എന്ന് പറയുന്നത്, ഒന്നുകിൽ ടെയിൽ അല്ലെങ്കിൽ ഹെഡ് അല്ലേ. അതാണ്, ഒന്നുകിൽ ടെയിൽ കിട്ടാം അല്ലെങ്കിൽ ഹെഡ് വരാം അല്ലേ. അപ്പോൾ 2 ഔട്ട്കംസ് മാത്രമേ അതിനുള്ളൂ ഒരു തവണ നമ്മൾ ടോസ് ചെയ്യുമ്പോൾ അല്ലേ. അപ്പോൾ അതിനെയാണ് നമ്മളിവിടെ m എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ 2 എന്ന് എഴുതണം. അതിനുശേഷം 2 എത്ര തവണയാണോ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നത് അല്ലേ. ഇപ്പോൾ 2 തവണ നമ്മളിത് 3 തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ 2 ഇപ്പോൾ 2 നമുക്ക് 8 എന്ന് കിട്ടും അല്ലേ. 8 ഔട്ട്കംസ്, 8 പോസിബിൾ ഔട്ട്കംസ് ഇതിൽ ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് നമ്മളിപ്പോൾ ഒരു 4 തവണയാണ് നമ്മൾ ഈ ഒരു കോയിൻ ടോസ് ചെയ്യുന്നതെങ്കിലോ 2 അല്ലേ. അതായത് 2 × 2 × 2 × 2 അല്ലേ. 2നെ നമ്മൾ 4 തവണ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ കിട്ടുന്നതായിരിക്കും അതിൻ്റെ ആൻസർ എന്ന് വരിക. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമ്മളത് ചെയ്യുക. ഇനി നമുക്ക് അടുത്ത ഒരു കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ നോക്കി, ഇവിടെ 8 പോസിബിൾ ഔട്ട്കംസ് ഇങ്ങനെയാണ് കിട്ടുക അല്ലേ. നമ്മൾ 3 തവണ നമ്മളൊരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പോസിബിൾ ഔട്ട്കംസ് 8 എന്ന് പറയുന്നത് ഇതാണല്ലേ. അത് HH ആവാം, HT ആവാം, അതുപോലെ ഇങ്ങനെ 8 ഐറ്റം അതിലുണ്ടാവും അല്ലേ. ഇനി നമുക്ക് നോക്കാം. വെൻ 2 കോയിൻസ് ആർ ടോസ്ഡ്, നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് 2 കോയിൻ ടോസ് ചെയ്യുമ്പോൾ ദ ഔട്ട്കംസ് മേ ബി എനി വൺ ഓഫ് ദി ഫോളോവിങ്. നമ്മൾ ഇതൊന്ന് പഠിച്ചു വെക്കണം കേട്ടോ. 2 കോയിനാണ് ടോസ് ചെയ്യുന്നതെങ്കിൽ അതൊന്നെങ്കിൽ ഹെഡ് ആകാം, അല്ലെങ്കിൽ ഹെഡ് ടെയിലാകാം, അല്ലെങ്കിൽ ടെയിൽ ഹെഡ് ആകാം കേട്ടോ. അങ്ങനെ ആവാം. ആദ്യത്തെ കോയിൻ ടെയിലും രണ്ടാമത്തെ കോയിന് ഹെഡും ആകാം അല്ലേ. അതുപോലെ തന്നെ ടെയിലാകാം. അങ്ങനെ 4 ഔട്ട്കംസ് ആണുള്ളത്. അതായത് 2 എന്നുള്ളത് നമ്മൾ ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോഴുള്ള ഔട്ട്കംസ് ആണ് 2. അത് 2 തവണ നമ്മൾ ടോസ് ചെയ്യുന്നതുകൊണ്ട്
അതിന് 2^2 എന്ന് പറഞ്ഞാൽ അപ്പോൾ 4 ഔട്ട്കംസ് വരും അല്ലേ. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് നമ്മൾ ശരിക്കും പഠിച്ചു വെക്കണം. അപ്പോൾ അത് ഹെഡ് 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 ടെയില് ടെയില് ഹെഡ് ടെയില് ടെയില് അല്ലേ, ഇതൊന്ന് ഓർത്ത് വയ്ക്കുക. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ബാക്കിയുള്ളത്, അതായത് ഒരു കോയിൻ നമ്മൾ 3 തവണ ടോസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് തുടങ്ങിയതൊക്കെ നമുക്ക് എഴുതാൻ പറ്റും അല്ലേ. വെൻ 3 coins ആർ ടോസ്ഡ്, അതായത് 3 കോയിനാണ് ടോസ് ചെയ്യുന്നതെങ്കിൽ ദ ഔട്ട്കംസ് മേ ബി വൺ എനി ഓഫ് ഫോളോവിങ് അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ടോട്ടൽ ഔട്ട്കംസ് എത്ര ഉണ്ടാകും എന്നുള്ളത് കണ്ടുപിടിക്കണം. 2^3 ആണല്ലേ, അതായത് 8 ഉണ്ടാവും അല്ലേ. അപ്പോൾ എങ്ങനെയാണ് ഇത് തെറ്റാതെ ഈ 8 ഔട്ട്കംസും എഴുതുക എന്നുള്ളതാണ് ഞാൻ ഇനി കാണിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നിങ്ങൾക്ക് ഈ ഒരു ട്രിക്ക് ഓർത്തിരുന്നാൽ മതി. ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഈ പറഞ്ഞിരിക്കുന്ന ഒരു കോയിൻ ടോസ് ചെയ്യാനുള്ള ഈ ഔട്ട്കംസ് ഉണ്ടല്ലോ, ഹെഡ് 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 ടെയില് ടെയില് ഹെഡ് ടെയില് ടെയില്, ഞാൻ പറഞ്ഞു ഇത് ഓർത്തിരിക്കണം എന്ന് പറഞ്ഞു. ഇത് നമ്മൾ താഴോട്ടൊന്ന് എഴുതുക, ഇതേ ഓർഡറിൽ തന്നെ താഴോട്ടൊന്ന് എഴുതുക. അതിനുശേഷം പിന്നെ നമ്മൾ എഴുതേണ്ടത് വീണ്ടും ഒന്നുകൂടെ ഒന്ന് ആവർത്തിക്കുക അടുത്ത സെറ്റ് കേട്ടോ. മൊത്തം നമുക്ക് 8 എണ്ണം വേണം അല്ലേ. അപ്പോൾ നമുക്ക് ഹെഡ് 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 ടെയിൽ ഇങ്ങനെ ഒന്ന് എഴുതി, അതിനുശേഷം വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, താഴോട്ട് അതുപോലെ തന്നെ ഒന്നുകൂടെ എഴുതുക. അതിനുശേഷം നമ്മളതിൻ്റെ വലതുവശത്തേക്കായിട്ട് ഈ ആദ്യത്തെ എഴുതിയില്ലേ, അതിനെല്ലാത്തിനും വലതുവശത്ത് ഹെഡ് 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 എന്നിങ്ങനെ എഴുതി കൊടുക്കുക. പിന്നെ അടുത്തായിട്ട് എന്ത് ചെയ്യണം, ടെയില് 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 ടെയിൽ എന്ന് എഴുതി കൊടുക്കുക അല്ലേ. അപ്പോൾ നമുക്ക് എന്തായി, ഇവിടെ നമുക്ക് 8 സെറ്റായി അല്ലേ. 1 2 3 4 5 6 7 8 അല്ലേ. അപ്പോൾ 3 കോയിൻ ടോസ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യത്തെ ഹെഡ് 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 ആവാം, അല്ലെങ്കിൽ ഹെഡ് ടെയില് ഹെഡ് ആവാം, അല്ലെങ്കിൽ ടെയില് ഹെഡ് ഹെഡ് ആവാം, അല്ലെങ്കിൽ ടെയില് ടെയില് ഹെഡ് ആവാം. അപ്പോൾ ആ രീതിയിൽ നമുക്ക് 8 എണ്ണം ഇവിടെ നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് മാറിപ്പോകാതെ, നമുക്കിതിങ്ങനെ കാണാതെ ജസ്റ്റ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ അത് ഏതെങ്കിലുമൊക്കെ മാറിപ്പോകാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ പോസിബിൾ ഔട്ട്കംസ് എത്രയുണ്ട് 8 എന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കണം. അതിനുശേഷം അത് നമുക്ക് ഇവിടെ 3 തവണയാണ് ഇത് ടോസ് ചെയ്യുന്നതെങ്കിൽ, കോയിൻ ടോസ് ചെയ്യുന്നതെങ്കിൽ 8 എണ്ണം വരുമെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ 8 എണ്ണം എങ്ങനെ തെറ്റാതെ എഴുതി വെക്കുക എന്നുള്ളതാണ്. ഇത് നമ്മൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രോബബിലിറ്റിയുടെ പ്രോബ്ലം നമുക്ക് എളുപ്പത്തിൽ ചെയ്യാം അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ എഴുതുന്ന കാര്യം ഓർത്തിരിക്കുക. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് 4 കോയിൻസ് ടോസ് ചെയ്യുമ്പോൾ അല്ലേ, അതായത് 4 കോയിനാണ് ടോസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എങ്ങനെയാണ്. ഇപ്പോൾ 3 കോയിൻ ടോസ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ 4 കോയിൻ ടോസ് ചെയ്യുമ്പോൾ അതിൻ്റെ ടോട്ടൽ ഔട്ട്കംസ് എത്ര വരും, m⁻n എന്നുള്ള ഇക്വേഷൻ വെച്ചുകൊണ്ട് 2^4 എന്ന് വരും അല്ലേ. കോയിൻ ആകുമ്പോൾ അതിന് 2 ഔട്ട്കമാണ് വരുന്നത് ഒറ്റ ട്രയലിൽ. അപ്പോൾ അത് 4 കോയിൻ ടോസ് ചെയ്യുമ്പോൾ 2^4, അപ്പോൾ 16 പോസിബിൾ ഔട്ട്കംസ് വരും അല്ലേ. അപ്പോൾ അതിൻ്റെ സാമ്പിൾ സ്പേസ്, അതായത് ഔട്ട്കംസ് എല്ലാം നമ്മൾ എഴുതി വെക്കുന്നതിനാണ് സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. അത് നമുക്ക് എഴുതാൻ വേണ്ടി പഠിക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഈ ഒരു ഇക്വേഷൻ ഓർത്ത് എഴുതാൽ മതി കേട്ടോ. അതായത് നമുക്ക് 8 തവണ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യത്തെ നമ്മൾ ഹെഡ് നമ്മളിങ്ങോട്ട് എഴുതുന്നു, 8 തവണ എഴുതുന്നു, ഹെഡ് 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 ഇങ്ങനെ 8 തവണ ഹെഡ് എഴുതുന്നു, മൊത്തം 16 വരണം അല്ലേ. അപ്പോൾ നമുക്കിനി ഒരു 8 തവണ നമ്മൾ എന്ത് ചെയ്യണം, ടെയിലും കൊണ്ട് എഴുതുന്നു. ആദ്യത്തെ ഒരു ലൈൻ അതായിട്ട് കൊടുക്കുക, താഴോട്ട് ഇങ്ങനെ എഴുതി വിടുക കേട്ടോ, 8 തവണ. ഇനി നമ്മൾ 8ൻ്റെ പകുതി 4 തവണ വെച്ച് ഹെഡ് ഹെഡ് ഹെഡ്, പിന്നെ ടെയില് ടെയില് ടെയില്, പിന്നെ ഹെഡ് ഹെഡ് ഹെഡ്, അങ്ങനെ 4 തവണ അല്ലേ. 4 തവണ നമ്മൾ എഴുതുന്നു. പിന്നെ നമുക്ക് 2 തവണ വെച്ചാണ് 4ൻ്റെ പകുതി, ഇങ്ങനെ പകുതി ഓർത്താൽ മതി. 8 4 2 തവണ, അതായത് ഹെഡ് ഹെഡ് എഴുതുന്നു, പിന്നെ ടെയില് ടെയില് അല്ലേ, ഹെഡ് ഹെഡ് ടെയില് ടെയില്, അങ്ങനെ 2 തവണ വെച്ച് നമ്മൾ താഴോട്ട് എഴുതുന്നു. പിന്നീട് നമ്മൾ 1 തവണ വെച്ച് ഹെഡ് ടെയില് അല്ലേ, ഹെഡ് എഴുതിയിട്ട് പിന്നെ എഴുതണം, ടെയിലാവും, പിന്നെ ഹെഡ് ടെയില്, അങ്ങനെ 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 എന്ത് ചെയ്യണം, ഇത്ര എഴുതി കഴിഞ്ഞാൽ ഇത് നമുക്ക് ഇതിൻ്റെ സാമ്പിൾ സ്പേസ് ആയി അല്ലേ. അതായത് 16 എണ്ണം ആയില്ലേ. ഇവിടെ നമ്മൾ എണ്ണി നോക്കാൻ അറിയാം, നമുക്ക് 16 എണ്ണം തെറ്റാതെ നമുക്ക് എഴുതാൻ പറ്റും അല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. 8 തവണ ആദ്യം ഹെഡ് എഴുതുക, അതിനുശേഷം താഴോട്ട് 8 തവണ ടെയിൽ എഴുതുക, പിന്നീട് 4 തവണ എഴുതുക അല്ലേ. 4 തവണ ഹെഡും ടെയിലും ഇങ്ങനെ മാറി മാറി എഴുതുക, പിന്നെ 2 തവണ എഴുതും ഹെഡും ടെയിലും മാറി മാറി എഴുതുക, പിന്നെ ഓരോ തവണ ഹെഡ് എഴുതുക ടെയിൽ എഴുതുക. അപ്പോൾ ഇത്ര എഴുതി കഴിഞ്ഞാൽ നമുക്ക് വളരെ കൃത്യമായിട്ട് 4 കോയിൻ ടോസ് ചെയ്യുമ്പോഴുള്ള കാര്യങ്ങൾ നമുക്ക് ലഭിക്കുന്നതാണ് അല്ലേ. അതിൻ്റെ പോസിബിൾ ഔട്ട്കംസ് നമുക്ക് എത്രയാണെന്നുള്ളത് സാമ്പിൾ സ്പേസിന് വേണ്ടി എഴുതാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇനി നമുക്ക് നോക്കാൻ പോകുന്നത് ഡൈ ത്രോ ചെയ്യുന്നതിനാണ് അല്ലേ. ഇതാണ് നമുക്ക് ഡൈ എന്നറിയാം. അതിന് ഇത്രയും വശങ്ങളുണ്ടാവും അല്ലേ, 6 വശങ്ങളുണ്ട്. ഓരോന്നിലും ഇത് നമുക്ക് 1 എന്നുള്ള നമ്പർ, അല്ലെങ്കിൽ 2 നമ്പർ, അല്ലെങ്കിൽ 3 4 5 6, അപ്പോൾ അങ്ങനെ നമുക്ക് 6 നമ്പറുകൾ വരെ ഇതിൻ്റെ ഓരോ വശങ്ങളിലുണ്ട് അല്ലേ. 6 സ്പേസസ് ആണ് അതിനുള്ളത്. അപ്പോൾ 1 ഡൈ ത്രോ ചെയ്യുമ്പോൾ, ഒരു ഡൈ ആണ് ത്രോ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ പോസിബിൾ ഔട്ട്കംസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ എത്രയൊക്കെ ആയിരിക്കും, 1 ആകാം, 2 ആകാം, 3 ആകാം, 4 ആകാം, 5 ആകാം, 6 ആകാം, 7 ആകാം അല്ലേ. അപ്പോൾ ഇതാണ് നമുക്ക് ഒരു ഡൈ ത്രോ ചെയ്യുമ്പോഴുള്ള പോസിബിൾ ഔട്ട്കംസ്. അതായത് നമുക്ക് 6 ആണ് വരുന്നത് അല്ലേ, മൊത്തം 6 എണ്ണമാണ് വരുന്നത്. അപ്പോൾ നമുക്ക് 2 ഡൈസാണ്, നമുക്ക് ഡൈ എന്നുള്ളതിൻ്റെ പ്ലൂറൽ ഫോമാണ് ഡൈസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ 2 ഡൈസാണ് ത്രോ ചെയ്യുന്നതെങ്കിൽ ഇത് ഔട്ട്കംസ് മേ ബി എനി വൺ ഓഫ് ദി ഫോളോവിങ്, താഴെ പറയുന്ന ഏതെങ്കിലും ആയിരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ പോസിബിൾ ഔട്ട്കംസ് എല്ലാം നമ്മൾ എഴുതി വയ്ക്കാൻ പോവാണ്. ആദ്യം തന്നെ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാം എത്രയാണ് ടോട്ടൽ പോസിബിൾ ഔട്ട്കംസ് എന്നുള്ളത്. ഒരു ഡൈ ത്രോ ചെയ്യുമ്പോൾ എത്രയാണ് വരുന്നത്, മൊത്തം 6 എണ്ണമാണ് അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 2 ഡൈ എന്ന് പറയുമ്പോൾ 6^2 അല്ലേ, അതായത് 6 × 6 36 ഔട്ട്കംസ് വരും അല്ലേ. അപ്പോൾ ഈ 36 എണ്ണം നമുക്ക് എങ്ങനെ തെറ്റാതെ എഴുതാമെന്നുള്ളതാണ് ഞാൻ ഇനി കാണിക്കാൻ പോകുന്നത്. നമുക്ക് ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത്, അപ്പോൾ ഓരോ സെറ്റും, അതായത് നമുക്ക് 2 ഡൈ അല്ലേ ഉള്ളത്,
അപ്പോൾ നമുക്ക് രണ്ടെണ്ണം വീതമാണ് വരുന്നത് അല്ലേ. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് 1 1 1 എന്ന് പറഞ്ഞ് നമുക്ക് താഴോട്ട് 1 മൊത്തം അങ്ങോട്ട് എഴുതുക. 6 തവണ എഴുതുക കേട്ടോ. 6 എണ്ണമാണ് വരുന്നത് അല്ലേ. അപ്പോൾ 6 തവണ എഴുതുക. പിന്നീട് നമ്മൾ 2 2 2 എന്ന് പറഞ്ഞ് എഴുതുക. നമുക്ക് ഇവിടെ അങ്ങോട്ട് വരുന്നുണ്ട്, ഇതൊരു ബ്രാക്കറ്റിനകത്ത് തൊട്ടടുത്ത ഒരു കാര്യം കൂടി ഇവിടെ വരുന്നുണ്ട്. ആദ്യം നമ്മൾ ഇതുപോലെ 1 1 2 2 പിന്നെ 3ൻ്റെ 6 സെറ്റ് താഴോട്ട് എഴുതുക. പിന്നെ 4ൻ്റെ 6 താഴോട്ട് എഴുതുക. പിന്നെ 5ൻ്റെ എഴുതുക. പിന്നെ 6ൻ്റെ എഴുതുക. ആദ്യം ഇതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ തൊട്ടടുത്ത് വരുന്ന ഈ ഒരു ബ്രാക്കറ്റിൽ ഇതിൻ്റെ കൂടെ വരുന്ന ജോഡി എന്ന് പറയുന്നത് അത് നിങ്ങൾ 1 2 3 4 5 6 അങ്ങനെ എഴുതുക കേട്ടോ. ആദ്യം നമ്മൾ 1 1 എഴുതി, 2 2 2 എന്ന് എഴുതി വിട്ടു, 3 3 എഴുതി വിട്ടു. പിന്നെ ഇതിൻ്റെ കൂടെ ഓരോന്നിൻ്റെയും നേരെ നമ്മൾ എന്ത് എഴുതണം? 1 2 3 4 5 6. പിന്നെ ബാക്കി എല്ലാത്തിലും അങ്ങനെ തന്നെ എഴുതിയാൽ മതി. 1 2 3 4 5 6 1 2 3 4 5 6 അല്ലേ. അപ്പോൾ അങ്ങനെ എല്ലാത്തിലും നമ്മൾ 1 2 3 4 5 6 ഫില്ല് ചെയ്തേക്കുക. അപ്പോൾ ഇത്രയായിരിക്കും നമുക്ക് ഈ ഒരു രണ്ട് ഡൈസ് ത്രോ ചെയ്യുമ്പോൾ നമുക്കുള്ള പോസിബിൾ ഔട്ട്കംസ് എന്ന് പറയുന്നത് ഇത്രയായിരിക്കും അല്ലേ. അപ്പോൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഡൈയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രോബബിലിറ്റി ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്കത് കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് പ്രോബബിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുകളൊക്കെ കൂടുതലായിട്ട് ഈ ഒരു പ്ലേലിസ്റ്റിൽ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പ്രോബബിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ പ്രോബ്ലംസ് നിങ്ങൾക്കത് കണ്ട് പഠിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് കൂടെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക കേട്ടോ. ഓക്കെ, താങ്ക്